ഖൈറ് നൽകണേ തമ്പുരാന്, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. ഒരു യതീമിന്റെ കഥ കേട്ടപ്പോ എനിക്ക് സങ്കടം വന്നടോ. അതുകൊണ്ട് ഞാൻ പറയുകയാ, സഹോദരന്റെ മധുഹ് പറഞ്ഞതല്ല, പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ കൊണ്ടത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്ന് തീരുകയാണ് 2025. ഇന്ന് അവസാനിക്കുമ്പോ ഒരു നന്മ ചെയ്തിട്ട് വേണം നീ തുടങ്ങാൻ. 2026 തുടങ്ങുമ്പോ നീ ആദ്യമായിട്ട് ചെയ്തതൊരു നന്മയാകണം പെങ്ങളെ, ഒരു നന്മയാകണം ഉപ്പാ. ഒരേ ഒരു പ്രതിഫലം നിനക്ക് പറഞ്ഞു തരാം. നിന്റെ പേര് വിളിച്ചു പറയൂല, നിന്റെ ഫ്ലെക്സി യതീംഖാനയുടെ മുമ്പിൽ വെക്കൂല, വാട്സപ്പിനകത്ത് നിന്റെ ഫോട്ടോയും നിന്റെ പേരും കുടുംബ പേരും എഴുതി പറയൂല. ആകെ നിനക്ക് റബ്ബ് തരുന്ന ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. മരിക്കുന്ന സമയത്ത് നിനക്ക് റബ്ബ് കാണിച്ചു തരും. ഈ യതീമായ 150 മക്കളിൽ ഒരാളെങ്കിലും ഉസ്താദേ, ഒരു കൊല്ലമെങ്കിൽ ഒരു കൊല്ലം, 6 മാസമെങ്കിൽ 6 മാസം, 3 മാസമെങ്കിൽ 3 മാസം, ഒരാള് പോലും ഏറ്റെടുക്കാതെ പിരിയരുത്. ഒരു മാസം 3000 രൂപയേ ഉള്ളൂ. പടച്ചവരെ, ഒരു മാസത്തെ ഭക്ഷണത്തിന്റെ പൈസയെങ്കിലും നിങ്ങൾ ഏറ്റെടുത്താൽ ഈ 150 മക്കള് ഹാപ്പിയാ. അവർക്ക് സങ്കടമില്ലടോ. അവരെ വീട്ടിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത്, അവരിവിടെ കൊണ്ടുവന്ന് അടച്ചിടലല്ല. ആ മക്കള് സ്വന്തം വീടിന്റെ അകത്ത് കഴിയട്ടെ, വേണ്ടത് ഞങ്ങൾ കൊടുക്കാം. അങ്ങനെയാണ് അവരെ പരിഗണിക്കേണ്ടത്. റബ്ബേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ, വല്ലാഹി ഞാൻ ആരെയും തീർത്തു വെച്ചിട്ടില്ല, ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. സഹോദരങ്ങളെ, അല്ല മനസ്സ് കൊടുത്തവർക്കേ കൊടുക്കാൻ പറ്റൂ. ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലം മരിക്കുന്ന സമയത്ത് മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരും. കൊടുത്താ കിട്ടുന്ന പ്രതിഫലം ഇതാണ്. വഅബ്ശിറൂ ബിൽ ജന്നാ. കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ സ്വർഗം കാണിച്ചു തരും. ഇത് കണ്ടിട്ട് മരിക്ക്, ഇത് കണ്ടിട്ട് മരിക്ക്. ഇതാണ് റബ്ബ് നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലം. ഒരു യതീമായ പൊന്നുമോളെ നീ ഏറ്റെടുത്തില്ലേ?